വ്യൂവേഴ്സ് എല്ലാവർക്കും പഞ്ചാഗ്നി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ അംബികയ്ക്ക് പിന്നാലെ നമ്മുടെ സുമേഷിനും 8ന്റെ പണി കിട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മുടെ അംബികയ്ക്ക് മുട്ടം പണി കിട്ടുന്നുണ്ട്. നമ്മുടെ അമ്മായിയമ്മയായിട്ട് ഞാൻ അംഗീകരിക്കില്ല, ഒരു പൈസ എൻ്റെ അമ്മയ്ക്ക് തിരികെ കൊടുക്കുന്നത് വരെ എൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് നമ്മുടെ ദിവ്യപ്രഭ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ സുമേഷിനും നമ്മുടെ ദിവ്യപ്രഭ 8ന്റെ അല്ല 16ന്റെ പണി തിരിച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയാട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ സുമേഷ് ഭയങ്കര സന്തോഷത്തിൽ ആദ്യ രാത്രിക്ക് ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദിവ്യപ്രഭ പറയുന്നുണ്ട്, എനിക്ക് ഈ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ആ ഒരു പൈസയും ആ ഒരു പണവും ആ ഒരു സ്വർണവും ഒക്കെ തിരികെ എനിക്ക് കിട്ടണം, എന്നാലേ എനിക്ക് സമാധാനമാകും, എങ്കിലേ ഞാൻ ജയിക്കൂ, ഞാനും എൻ്റെ അമ്മയും ജയിക്കൂ. അതുവരേക്കും അത് കിട്ടുന്നത് ആ ഒരു അത്രയും രൂപ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരേക്കും സുമേഷ് തറയിൽ കിടന്നാൽ മതി എന്നും പറഞ്ഞിട്ട് എന്താ പറയുക ദിവ്യപ്രഭ അവിടെ നിന്നും എണീറ്റ് ആ ഒരു കട്ടിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുമേഷിൻ്റെ ആ ഒരു ജീവിതം ഗോവിന്ദ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അമ്മിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി എന്ത് ചെയ്യും, കേസിന് പോകാഞ്ഞത് തന്നെ നന്നായി, പക്ഷേ ആ ഒരു പൈസ തിരികെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു സുമേഷിൻ്റെ ജീവിതമാണ് പോകാൻ പോകുന്നത്. എന്തായാലും സുമേഷിൻ്റെ കാര്യം ഇനി കട്ടപ്പോകയാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പൈസ നമ്മുടെ കലാവധി ബാങ്കുകാർക്ക് ഓൾറെഡി കൈമാറി കഴിഞ്ഞു. ഇത്ര ഒരു പൈസ വലിയ തുക ആർക്കും സംഘടിപ്പിക്കാൻ സാധിക്കില്ല താനും. ഇനി നമ്മുടെ സുമേഷിന് വേണ്ടി നമ്മുടെ അംബിക ആ ഒരു ഉള്ള സ്വർണവും ഉള്ള സ്വത്തുക്കളൊക്കെ വിറ്റ് വേണേ കൊടുക്കേണ്ടി വരും. അങ്ങനെ മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കലാവധി സ്വയം വെള്ള പൂശാൻ വേണ്ടി നമ്മുടെ പഞ്ചരത്നങ്ങളുടെ അടുക്കലേക്ക് വരുന്നൊരു നിമിഷമാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, കലയമേ നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലേ, സാരില്ല മക്കളെ, സാരില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് വെള്ള പൂശുന്ന ആ ഒരു കലാവധിയെ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. കലാവധിയുടെ എന്ത് ഡയലോഗിലും നമ്മുടെ പഞ്ചരത്നങ്ങൾ വീടുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ കലാവധിക്ക് അവിടെ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമായി അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു എപ്പിസോഡുകളായിട്ട് ഇനി വരാൻ പോകും. നമ്മുടെ സുമേഷിൻ്റെ കാര്യമാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടത്. ഇനി എന്തൊക്കെയാകും അവരുടെ ജീവിതത്തിൽ അല്ലേ, കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.